കെയർ വീഡിയോ ആണ് കേട്ടോ. എന്നെ പോലെ സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ വേണ്ടി മടിയുള്ളവർക്ക് എന്തായാലും ഈ വീഡിയോ ഉപകാരപ്പെടും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുമെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. ചെയ്യാൻ ഇഷ്ടമാണ്, എങ്കിലും കുറച്ച് മടിയുള്ളതുകൊണ്ട് ഞാനത് പിന്നത്തേക്ക് മാറ്റി വയ്ക്കും. അപ്പം ഇപ്പം ഭയങ്കര ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഇഷ്ടംപോലെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊന്ന് മാറ്റിയെടുക്കണം. ഇനിയിപ്പോൾ ഓണൊക്കെയല്ലേ വരുന്നത്, എന്തായാലും ഒന്ന് മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ബ്രൈറ്റ്നസ് കിട്ടുന്ന ഒരു ഫേസ് പാക്ക് ഉണ്ട് കേട്ടോ. അത് എല്ലാവർക്കും അറിയായിരിക്കും. ഇപ്പം യൂട്യൂബിൽ ഏകദേശമൊക്കെ എല്ലാവരും ചെയ്യുന്ന ഒരു വീഡിയോ തന്നെയാണ്. അപ്പം എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. അപ്പം ഞാൻ എന്തായാലും യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് ഉണ്ടായ കാര്യമാണ്. അപ്പം ഞാൻ എന്തായാലും നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്ത് തരണമല്ലോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുൾട്ടാനി മിട്ടിയാണ്. എല്ലാവരുടെയും കൈ കാണുമല്ലോ മുൾട്ടാനി മിട്ടി. ഒട്ടുമിക്ക പേരുടെ കയ്യിൽ മുൾട്ടാനി മിട്ടി കാണും. പിന്നെ നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിൽ തൈര് കാണും. എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഞാൻ തൈരാണ് യൂസ് ചെയ്യുന്നത്. ഒട്ടുമിക്ക പേര് റോസ് വാട്ടർ ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യുക. മുൾട്ടാനി മിട്ടി കട്ടയാണെങ്കിൽ അങ്ങനെ, അല്ലാതെ പൊടിയാണെങ്കിൽ അങ്ങനെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ നമുക്ക് വേണ്ടത് റൂം ടെമ്പറേച്ചറിലുള്ള തൈരാണ് വേണ്ടത്. അപ്പം അതും കൂടി എടുത്ത് മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പം നമുക്ക് ആദ്യം തന്നെ ഞാനിവിടെ മുൾട്ടാനി മിട്ടി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ പൗഡറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. തേച്ച് ഇനി ഇത്രയും കൂടി ഉള്ളൂ. ഇതുകൂടെ ആയാൽ തീർന്നു. അതെ, ഈ മുൾട്ടാനി മിട്ടി എടുക്കുന്നുണ്ട്. ഇത് ഒരു സ്പൂൺ. നമ്മുടെ ഫേസിന് ആവശ്യമുള്ളത് ഫേസിനും നെക്കിനും കൂടെ ഉള്ളത് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം വേണ്ടുന്നത്ര എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള തൈരാണ് വേണ്ടത്. അതും എടുത്തിട്ടുണ്ട്. ഞാൻ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, കട്ടയാവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് സ്പൂൺ വെച്ചൊന്ന് അടിച്ച് കലക്കിയിട്ട് എടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല, അല്ലാതെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനു മുന്നേ നമ്മുടെ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യണം. ഓൾറെഡി കഴുകിയിട്ട് വന്നിരിക്കുകയാണ്, എങ്കിലും നമുക്ക് ഇതൊന്ന് റോസ് വാട്ടറിൽ നമുക്കിതൊന്ന് വൈപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ മുൾട്ടാനി മിട്ടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തൈരും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല തിക്ക് പേസ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്ക് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് റോസ് വാട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് വൈപ്പ് ചെയ്ത് എടുക്കാം. നമ്മൾ വൈപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഡ്രൈ ഒന്നും അല്ല കേട്ടോ. റോസ് വാട്ടർ വെച്ച് വൈപ്പ് ചെയ്തെടുത്തു. അതിനുശേഷം നമുക്കിത് നമ്മുടെ ഫേസിലേക്ക് ആക്കാം. ഞാൻ കൈ വെച്ച് തന്നെയാണ് കേട്ടോ ആൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് കൈ വെച്ച് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഒരു സർക്കുലാർ മോഷനിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണമെന്ന് ഞാൻ ഏതൊക്കെയോ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. ഒക്കെ തെറ്റിക്കണ്ട, അതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല കട്ടിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. കഴുത്തിലേക്കൂടെ അപ്ലൈ കൊടുക്കാം കേട്ടോ. കഴുത്തിലെ കരിവാളിപ്പൊക്കെ മാറി കിട്ടും. ചെവിയിലും അപ്ലൈ കൊടുത്തു പ്രശ്നം.
ദേ ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ദേ ഇതായിരുന്നു കേട്ടോ മുഖത്തിൻ്റെ അവസ്ഥ. അത് നന്നായിട്ടൊന്നും വരിഞ്ഞ് മുറുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ നമ്മുടെ കയ്യിലൊന്നും ആവുന്നില്ല, കഴുത്തിലും എല്ലാം നന്നായിട്ട് തന്നെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദേ ഇനി നമുക്ക് വെച്ചുകൊണ്ടിരിക്കേണ്ട, ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഇനി അങ്ങ് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഒരുപാട് എനിക്കിങ്ങ് ഫേസിങ് വേദന എടുക്കുന്ന പോലെ ഇപ്പം തന്നെ തോന്നുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ കഴുകിയിട്ട് വന്നപ്പോൾ ദേണ്ടോ നല്ലൊരു ബ്രൈറ്റ്നസ് ഉണ്ട് കേട്ടോ. ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് കേട്ടോ ഞാനിത് മിക്കവാറും യൂസ് ചെയ്യുന്നത്. വേഗം ബ്രൈറ്റ്നസ് ഒക്കെ കിട്ടുമ്പോൾ നമുക്കത് യൂസ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കൂടത്തില്ലേ. എൻ്റെ ഫേസിലെ മാറ്റം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ടില്ലാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം കമൻസ് ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. എന്താ ഇതിൻ്റെ റിസൾട്ട് എന്ന്, നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എന്താണെന്ന് എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എന്തായാലും ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കിട്ടുന്നവരെ സീ യു.